ഇത് ഹീറോയാ. അതല്ലേ ഇതാണല്ലേ ഇതാണ് ഹീറോ. നമ്മള് ഗസ്റ്റ് ആണോ? ഞാൻ ഗസ്റ്റാ, ഏകദേശം ഗസ്റ്റ് അതിനകത്ത്. അതെ ഞാൻ ഹീറോ അല്ല, ഞാൻ ഹീറോയുടെ അച്ഛനാണ്. അങ്ങനെ അവരുടെ മഞ്ജു ത്രൂ ഔട്ട് ഉണ്ട്. നല്ല ദിവസം കൊണ്ട് നല്ല കാശും മേടിച്ചതാണ്. അപ്പോൾ അതൊക്കെ മഞ്ജു ഏതാ. എന്നിട്ട് ഈ നന്ദി സ്മരണയും വേണം മഞ്ജു. ഇല്ല, ഇതിനകത്ത് രണ്ട് അച്ഛനും മകൻ്റെയും ഒരു ബന്ധത്തിൻ്റെ കഥ പറയുന്നതാണ്. അതിൽ ചേട്ടൻ ഞാനുള്ള സീക്വൻസുകളിലൊക്കെ ചേട്ടൻ എത്ര അഭിനയിച്ചാലും മതി വരത്തില്ലായിരുന്നു. അത്ര മഞ്ജുവിൻ്റെ ഫാമിലി, മനോജ് കെ ഹസ്ബൻഡ് മഞ്ജുവിൻ്റെ, എൻ്റെ അപ്പൻ്റെ മോൻ്റെ ഒരു മനസ്സാക്ഷി സൂക്ഷിപ്പുകാരൻ. അപ്പനെ മനസ്സിലാക്കുന്നു, മോനെ മനസ്സിലാക്കുന്ന ഒരു ഫാമിലിയായിട്ട്. എൻ്റെ ബാല്യകാല സുഹൃത്താണ്, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് മഞ്ജു. അപ്പം ഒരുപാട് ഞങ്ങൾ അന്ന് പഠിച്ച ഒരുപാട് ആളുകളുണ്ട് അതിനകത്ത്, ഒരുപാട് സ്ത്രീ പുരുഷന്മാരുണ്ട്. അപ്പം അന്ന് എനിക്കൊരു പ്രണയമുണ്ട്, അതൊക്കെ അറിയാം മഞ്ജുവിന്. അതെല്ലാം എൻ്റെ പ്രണയ വിജയങ്ങൾക്കും പ്രണയ പരാജയങ്ങൾക്കും ഒക്കെ കൂടുന്ന എന്നെ പൂർണ്ണമായും അറിയാവുന്ന ഞാനൊരു എന്നാ പറയുക, വഴക്ക് പിടിക്കുന്ന ഒരു അനിയത്തിയുടെയോ അല്ലെ ചേട്ടത്തിയുടെയോ സ്ഥാനം കൊടുക്കുന്ന ആളായിട്ടാണ് മഞ്ജു ഈ സിനിമയിലെ കഥാപാത്രം. ഈ സിനിമയുടെ പേര് UK ഓക്കെയാണ്. എനിക്ക് പോകാൻ വേണ്ടി ഒരു പാസ്പോർട്ട് തന്നിട്ടുണ്ട്, UK പോകാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഈ പാസ്പോർട്ട് ഞാൻ ആദ്യമായിട്ട് കാണണം ഇങ്ങനത്തെ ഒരു നാടക പാസ്പോർട്ടിൽ എൻ്റെ പേര് വെച്ചിട്ട്. പക്ഷെ നിങ്ങളുടെ ഒക്കെ പേരുണ്ട് പാസ്പോർട്ടിൽ, നിങ്ങളുടെ പേര് വെച്ചില്ല. എൻ്റെ പേര് വെച്ചു. അപ്പോൾ നിങ്ങൾ പറ്റിക്കപ്പെട്ടു. അത് ഹൈദരാലിക്ക് ഒറിജിനൽ ഒരു പാസ്പോർട്ട് എടുത്തു തന്നു. ഹൈദരാലിയെ എങ്ങനെങ്കിലും ഇവിടെ നിന്ന് UK വിടാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ലോക സിനിമയിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ആരെങ്കിലും സംഘടന തന്നെ എടുത്തു തരും. പോകാൻ റെഡി ആയിക്കോളൂ, അവിടെ പോയി സമാധാനമായിട്ട് ജീവിക്കും. നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുന്ന പറഞ്ഞു. അതെ എന്തോ ഇതാന്ന് നോക്കിയാൽ. പക്ഷേ ഞാൻ ഇത് കണ്ടിട്ട് എനിക്കിത് ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി. ഇന്ന് വരെ കാണാത്ത രീതിക്ക് ഒരു സിനിമയുടെ പോസ്റ്ററൊന്നും വേണ്ട, ഇത് ഒരാളുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ സിനിമ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു. ഈ സിനിമയിലെ എല്ലാ ടെക്നീഷ്യന്മാരും ഉൾപ്പെടെയാണ്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഞാൻ ഈ പാസ്പോർട്ടായിട്ട് തന്നെ ഇവിടെ ഇരുന്നത്. കിട്ടിയായിരുന്നു പാസ്പോർട്ട്? എനിക്ക് കിട്ടിയില്ല. എന്തുകൊണ്ട്? ഞാൻ ജസ്റ്റ് വന്നതേ ഉള്ളൂ. ഇവിടെ പാസ്പോർട്ട് ഇന്നലെ കിട്ടി. എനിക്ക് പാസ്പോർട്ട് കിട്ടിയില്ല. എൻ്റെ പാസ്പോർട്ട് അവിടെ സീൽ ചെയ്തിട്ടില്ല, എൻട്രി ചെയ്യണം. അപ്പം ഇങ്ങനെ ഒരു സാധനങ്ങൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മഞ്ജുചേച്ചി, നിങ്ങൾ തമ്മിലുള്ള സിനിമകൾ ഏറ്റവും നല്ലതാവുമെന്ന് പ്രതീക്ഷിക്കുന്ന പ്രേക്ഷകരാണ്. കാരണം നിങ്ങളിൽ നിന്നും വരുന്ന കുറേ സീനുകളുണ്ടാവും, കുറേ കൗണ്ടറുകളുണ്ടാവും. നിങ്ങൾ നല്ല രീതിക്ക് യോജിക്കുന്ന ഒരു സിനിമകളായിരിക്കും ചെയ്യുന്നതും ചെയ്യാൻ പോകുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. ജോണി ചേട്ടനെ സംബന്ധിച്ചിടത്തോളം മഞ്ജു ചേച്ചിക്ക് ഒറ്റ വാക്കിൽ പറയാൻ ജോണി ചേട്ടനുള്ള ഒരു പോസിറ്റീവ് വശം എന്തായിരിക്കും? ജോൺ ചേട്ടനുള്ള പോസിറ്റീവ് വശം, ജോൺ ചേട്ടനുള്ള പോസിറ്റീവ് വശം, ജോൺ ചേട്ടൻ ആക്ച്വലി ഡയറക്ടർ ആയിരുന്നല്ലോ. ഇപ്പം ഡയറക്ടറാണ്. സിനിമകൾ ഇപ്പോൾ സംവിധാനം ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അഭിനയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഡയറക്ടറുടെ പെർസ്പെക്റ്റീവിൽ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ കുറേ അറിയാതൊരു ഡയറക്ടോറിയൽ മൈൻഡ് വരും നമ്മൾ അഭിനയിക്കുമ്പോഴും കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റുകളും ഒക്കെ. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്നത് പുള്ളിക്കാരെ കേൾക്കും. അത് ചേട്ടാ അങ്ങനെ വേണ്ട ചേട്ടാ, നമുക്ക് ഇങ്ങനെ ചെയ്താലോ, അല്ലെങ്കിൽ ചേട്ടാ ഇങ്ങനെ ചെയ്താൽ നന്നാവുമല്ലോ ചേട്ടാ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ ചേട്ടാ അത് അവിടെ എൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ട്, മഞ്ജുനൊരു സിനിമ ഡയറക്റ്റ് ചെയ്തുകൂടെ എന്ന്. ഞാനിപ്പോൾ ഇവർ ഇന്ദ്രണ്ണനും മഞ്ജുവായിട്ട് നമ്മൾ ഹോം എന്ന് പറഞ്ഞ സിനിമയില്ല. ഹോം ആ സമയത്ത് ഞാൻ താരതമ്യേന പുതുമുഖമാണ് ആ സിനിമയിൽ. ഇവർ രണ്ട് സിംഹങ്ങളുടെ ഇടയ്ക്കോട്ടാണ് നമ്മൾ ചെല്ലുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. കാരണം ഇന്ദ്രണ്ണനെ അറിയാമല്ലോ, ഡൗൺ ടു എർത്ത് ആയിട്ട് മനുഷ്യൻ. പിന്നെ മഞ്ജു എനിക്ക് നേരത്തെ ഞാൻ അസോസിയേറ്റ് ആയിരുന്ന സിനിമ എന്ന ഒരു സീരിയലിലൊക്കെ ഗംഭീര വേഷം ചെയ്തിട്ടുണ്ട്. അപ്പം അതായത് ഒരു നമ്മൾ സംവിധായകർ പറഞ്ഞാൽ അതിൻ്റെ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, കറക്റ്റ് നൂൽപ്പാലത്തിൽ നിന്ന് അഭിനയിക്കുന്ന കഴിവുള്ള ആർട്ടിസ്റ്റാണ് മഞ്ജു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.